ഈ വർഷത്തെ കൂറ്റനാട് ദേശീയോത്സവം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ ആരംഭിച്ച് 11-ാം തീയതി രാത്രി 10 മണിയോട് കൂടി ഗജസംഗമവും ബാൻഡ് സംഗമത്തോടു കൂടി അവസാനിക്കും. രാത്രി 10 മണിക്ക്. നാളെ വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ ബാൻഡ് സംഗമം കൂറ്റനാടും നൂബസാറിലും പരിസര പ്രദേശങ്ങളും വെച്ച് നടക്കുന്നുണ്ട്. അതുകൂടാതെ നാളെ 11-ാം തീയതി കാലത്ത് രാവിലെ 9 മണി മുതൽ കൂറ്റനാട് സെൻട്രൽ വെച്ച് ഗജസംഗമവും ബാൻഡ് സംഗമവും നടത്തുന്നുണ്ട്. പിന്നെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ചു. തുടങ്ങിയിട്ട് ഒരാഴ്ചത്തോളമായി ഇവിടെ വർക്ക് എല്ലാം തുടങ്ങിയിട്ട്, ലൈറ്റിൻ്റെയും മറ്റുള്ള വർക്കുകളെല്ലാം. അപ്പോൾ എല്ലാ കൂറ്റനാട് ദേശീയോത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനുള്ള ഒരു കാരണം, മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. കാരണം ജനങ്ങളുടെ ആശങ്ക എപ്പോഴും ഒഴിവായിട്ടില്ല. കാരണം ഇപ്രാവശ്യം നേർച്ചയില്ല, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടുള്ളൊരു വാർത്ത ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെറും ഒരു ഊഹാപോഹം മാത്രമാണ് എന്നുള്ളതാണ് ഞങ്ങൾ കൂറ്റനാട് ദേശീയോത്സവ കേന്ദ്ര കമ്മിറ്റിക്ക് പറയാനുള്ളത്. ഞങ്ങൾ 11-ാം തീയതിയാണ് നമ്മളുടെ ദേശീയോത്സവം അതിവിപുലമായിട്ട് നടത്തുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മൾ വാഴക്കാട് പാടം, അതായത് നമ്മുടെ തൃത്താല റോട്ടിലുള്ള പാടത്ത് ആനകൾക്ക് അണിനിരക്കാനുള്ള ഏകദേശം 47 ആനകൾക്ക് അണിനിരക്കാനുള്ള ബാരിക്കേഡ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഫോറസ്റ്റിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ട് അവിടെ. വൈകുന്നേരം അവിടെ ആനകൾക്ക് നിൽക്കാനുള്ള എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്രാവശ്യം നമ്മുടെ ഗുരുവായൂർ റോട്ടിൽ അവിടെ റോഡ് പണിയുടെ ഒരു സാങ്കേതിക തടസ്സം കാരണം നമ്മുടെ ഈ ഒരു വർഷത്തെ ഘോഷയാത്ര നമ്മുടെ മല റോഡ് ഇപ്പോഴത്തെ EMS നഗറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടുന്നുള്ള എല്ലാ പ്രാദേശികമായിട്ടുള്ള ടീമുകളും അവിടെ ഒത്തുകൂടി അവിടുന്ന് ഒരു ഘോഷയാത്ര രീതിയിൽ വന്ന് നമ്മുടെ തൃത്താല റോട്ടിലുള്ള പാടത്ത് അണിനിരക്കും. അതിന് നമ്മൾ ആ ഒരു ദിവസത്തിനും മൊത്തം 5 ദിവസത്തിന് നമ്മൾ ഏകദേശം 1.5 കോടി രൂപയുടെ ഇൻഷുറൻസിന് പോളിസി എടുത്തിട്ടുണ്ട്. അത് 1 കോടി രൂപ 100 പേർക്കുള്ള പിന്നെ മെഡിക്കൽ ഇതായിട്ടുള്ളതും 50 ലക്ഷം രൂപയുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലൈറ്റ് അതുപോലുള്ള മറ്റുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്നത്തോട് കൂടിയിട്ട് വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാ ആളുകളും, നമ്മുടെ ഈ വാർത്ത കാണുന്ന എല്ലാ നാട്ടുകാരെയും എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങൾ ഈ കൂറ്റനാടിൻ്റെ മണ്ണിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പരിപാടി വൻ വിജയമാക്കി തരാൻ വേണ്ടിയിട്ട്.